എന്തോ നമ്മുടെ നാട് മുഴുവൻ ഇപ്പോൾ ശരൂരിൽ നിന്നുള്ള ഓരോ ചെറിയ വാർത്തകൾക്ക് വേണ്ടി മൊബൈൽ സ്ക്രീനിൽ നോക്കിയിരിക്കുന്ന അവസ്ഥയാണ്. അതേ രീതിയിൽ തന്നെയാണ്, അതേ കാര്യമാണ് നമുക്ക് കണ്ണാടിക്കുന്നത്. ഇവിടെ കുറേയും കൂടി അർജുനോട് ആത്മബന്ധമുള്ള, അർജുൻ്റെ ഒപ്പം വളർന്ന, അർജുൻ്റെ ഒപ്പം പഠിച്ച, അർജുനൊപ്പം ജോലി ചെയ്ത, അങ്ങനെ അർജുൻ്റെ കൂടെ ഇത്രയും കാലം ജീവിച്ചിരുന്ന ആളുകൾക്കിടയിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രതികരണങ്ങൾക്കൊക്കെ വൈകാരികമായിട്ട് ഒരുപാട് ആഴമുണ്ട്. മാത്രമല്ല ഇവരുടെയൊക്കെ പ്രതീക്ഷ മറ്റു നാട്ടുകാരെ പോലെയല്ല. ഇവരെല്ലാം അത്തരത്തിലുള്ള വേദന നിറഞ്ഞ ഒരു മാനസികാവസ്ഥയിലാണ് ഉള്ളത്. നമ്മളിപ്പോൾ ചേരുന്നത് അർജുനെ ഈ ഒരു ലോറി ഡ്രൈവിംഗ് മേഖലയിലേക്ക് കൊണ്ടുവന്ന മുനീർക്കയാണ്. മുനീർക്കയെ നമ്മൾ പലവട്ടം നമ്മുടെ ചാനലിലൂടെ തന്നെ പ്രേക്ഷകരിലേക്ക് അർജുൻ്റെ അനുഭവങ്ങൾ മുനീർക്ക പറഞ്ഞിട്ടുണ്ട്. മുനീർക്ക നമ്മളെ 11ാം ദിവസത്തേക്ക് എത്തുമ്പോൾ നമ്മളൊക്കെ അവിടെ നിന്നുള്ള ഓരോ വാർത്തകൾക്ക് വേണ്ടി കാതോർത്തിരിക്കുകയാണ്. എന്താണ് അങ്ങയുടെ ഒരു പ്രതീക്ഷ ഈ ഒരു ഘട്ടത്തിൽ? പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടിയാലുള്ള ഒരു ഇതാണ് പറയുന്നത്. കാരണം അവരത്ര കുടുംബവും നാട്ടുകാരും എല്ലാം ഒരു പ്രതീക്ഷയോടുകൂടി ഇരുന്ന് ഇത് ഓരോ ദിവസവും ഇതിൽ ഇതാവുമ്പോൾ ഇനി എന്താണ് എങ്ങനെയാണ് കിട്ടുക എന്നുള്ള ഒരു ഇത് അറിയൂല എന്താന്നുള്ളത്. പിന്നെ അതിൻ്റെ ഒരു ഇതെല്ലാം കൂടെ പെട്ടെന്ന് അത് വണ്ടി എടുത്തു കഴിഞ്ഞാൽ വണ്ടി എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അതല്ലാതെ എന്താ പറയുന്നത്, ഇപ്പോൾ അവിടെ നടക്കുന്നത് അതിന്റെ പരമാവധിയാണ് അല്ലേ? തീർച്ചയായിട്ടും ഇപ്പൊ അവിടെ പരമാവധി നല്ല ഇതില്ല. ഇന്നലെ രാത്രി അവിടെ മണ്ണൊക്കെ എടുക്കുന്ന ഇതൊക്കെ കാഴ്ചയൊക്കെ ഞങ്ങൾ കണ്ടിരിക്കുന്നു ഓരോ ഇതില് ന്യൂസിൽ. അപ്പോൾ എന്തായാലും പരമാവധി അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവരെ എടുക്കുന്നുണ്ട്. കാരണം ആർമി ആണെങ്കിലും അല്ല മറ്റേ ഇവരാണ് സ്കൂബ ഡൈവിങ്, അവരൊക്കെ ആത്മാർത്ഥമായിട്ട് എടുക്കുന്നുണ്ട്. ഇന്നലെ JCB പിന്നെ മണ്ണ് എടുക്കാനുള്ള നീക്കമുണ്ട്. പിന്നെ അവിടുത്തെ ആ മഴയും കാറ്റും കാരണം അവിടുത്തെ തണുപ്പും എല്ലാം കാരണം കുറേ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. കാരണം ഈ പുഴ എന്ന് പറഞ്ഞാൽ നല്ല അടിയൊഴുക്കുള്ള പുഴയാണ്. എല്ലാവരും അവിടുന്ന് പറയുന്നുണ്ട് അടിയൊഴുക്കുണ്ട്. കാരണം നമ്മൾ ആ വഴിയിൽ, ഞാനൊരു പഴയ ഡ്രൈവറായിരുന്നു, അത് പറഞ്ഞാണ്. അപ്പോൾ അതിലെ പോകുമ്പോൾ തീർച്ചയായിട്ടും അടിയൊഴുക്കുണ്ട്. ഈ മരിച്ചുപോയ ലക്ഷ്മണൻ തന്നെ പറയലുണ്ട്. നമ്മൾ ബാത്റൂം പോവുക മറ്റുള്ള സൗകര്യത്തിന് താഴോട്ട് പോകുമ്പോൾ പറയലുണ്ട് അടിയൊഴുക്കുണ്ട്, ഒരിക്കലും ആ പിന്നെ പുഴയിൽ ഇറങ്ങരുതെന്നാണ് എപ്പോഴും പറയുന്നത്. ആ റൂട്ട് നന്നായിട്ട് പരിചയമുള്ളതല്ലേ? പണ്ട് 2 വരിപ്പാതയായപ്പോ തന്നെ അറിയുന്നതാണല്ലോ ആ വഴി. ഇത് ഫസ്റ്റിലത് 2 വരിപ്പാതയായിരുന്നു. അത് പിന്നെ ഇവര് മല കട്ട് ചെയ്തത് അത് 4 വരിപ്പാതയാക്കി. ഈ 4 വരിപ്പാതയും കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി നിർത്താൻ ഒരു സൗകര്യം അവിടെ അതുണ്ട്. ഈ ഇപ്പുറത്തെ ലക്ഷ്മണന്റെ ചായപ്പീടിയന്റെ അവിടെയും വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇതെല്ലാം അടിച്ചിട്ടാണ് ഈ മണ്ണ് വന്നെങ്ങാണ്ട് പുഴയിലോട്ട് പോയത്. അപ്പോൾ പുഴയിലോട്ട് പോയത് ഇത്രയും നാൾ എന്താന്ന് ചോദിച്ചാൽ പുഴയിൽ എത്തിയില്ല എന്നുള്ള സംശയമായിരുന്നു എല്ലാ ഡ്രൈവർമാർക്കും. ഇതിപ്പോ പിന്നെ തടി കഷ്ണങ്ങൾ പുഴയിൽ നിന്ന് കണ്ടു കിട്ടിയപ്പോൾ അത് പിന്നെ അതും അതിന്റെ ഒരു കയറിന്റെ ഭാഗവും കണ്ടതുകൊണ്ട് അത് തീർച്ചയാക്കാം അത് പുഴയിൽ തന്നെ ഉണ്ട് എന്നുള്ളത്. ഇനി എന്താ സ്ഥിതി എന്നുള്ള അറിഞ്ഞോടെ വണ്ടി കാണുന്നില്ല, അത്രേ ഉള്ളൂ. ഈ അർജുനെ ഒരു തൊഴിൽ മേഖലയ്ക്ക് കൊണ്ടുവന്നത് അല്ലെങ്കിൽ നിങ്ങളെ കൂടെയാണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞല്ലേ? തീർച്ചയായിട്ടും 2014 ഒരു ലാസ്റ്റ് ഘട്ട സമയത്ത് ഇവന് പെയിന്റിങ്ങിന്റെ വർക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവന് വണ്ടി പോകണം എന്നുള്ള ഡ്രൈവിങ്ങിനോടുള്ള ആ താല്പര്യം പ്രകടിപ്പിച്ച് എന്റെ കൂടെ വന്ന്. പക്ഷെ ഇവന് ഡ്രൈവിങ് ചെറിയ വണ്ടിയൊക്കെ അറിയായിരുന്നു. അങ്ങനെ 2 മാസത്തിനടുത്ത് എന്റെ കൂടെ വണ്ടിയിൽ വന്നു. അത് കഴിഞ്ഞിട്ട് ഇവൻ പിന്നെ വീണ്ടും ഒരു ചെറിയ വണ്ടി പോയി. പിന്നെ ആ ഇതിൽ വന്നിട്ട് പിന്നെ എന്നോട് തിരിച്ചു വന്നിട്ട് ലൈസൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു ഒരു വണ്ടി കയറ്റി കൊടുക്കണമെന്ന്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അനീഫ എന്ന് പറഞ്ഞ ആളെ വണ്ടി കയറ്റി കൊടുത്തത്, തസ്വീർ എന്ന് പറഞ്ഞ ആ വണ്ടി കയറ്റി കൊടുത്ത് അവിടുന്ന് പിന്നെയാണ് ഇവൻ സ്റ്റെപ്പ് ആയിട്ട് മാറി മാറി പോയത്. ഇത്രയും ദൂരം പോകുന്ന വണ്ടിയിലേക്ക് ഒരാളെ കൊണ്ട് മാത്രം ഓടിക്കാൻ പറ്റും, ക്ലീനറില്ലാതെയൊക്കെ? തീർച്ചയായിട്ടും അതാണ് ഇത് ഈ സംഭവങ്ങൾ നടക്കാൻ കാരണം. ഒരാൾ മാത്രം ഈ ലോങ് വണ്ടിയിൽ എല്ലാവരും ഡബിൾ ഡ്രൈവർമാര് അല്ലെങ്കിൽ ഒരു ക്ലീനറും ഒരു ഡ്രൈവറും ഇത്രയാണ് പോകുന്നത്. ഇതിപ്പോ അവര് പോയത് ഒരാൾ സിംഗിൾ പോകുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഈ നമുക്ക് ഈ ലോഡ് കയറ്റി കഴിഞ്ഞാൽ കെട്ടി ഇതൊക്കെ ആക്കി ഭക്ഷണമൊക്കെ കഴിച്ചൊക്കെ എടുത്ത് വെച്ചിട്ട് പോരുമ്പോൾ ആ ഒരു ക്ഷീണം ഉണ്ടാവും. പിന്നെ രാത്രി ഓടിക്കുന്ന ഒരു കാര്യങ്ങളുണ്ട്, അതിന്റെ ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കി റെസ്റ്റ് ചെയ്തിട്ട് കിടക്കാനുള്ള ഒരു ഇതുണ്ടാവും. മഴ പെയ്താൽ പോലും അറിയില്ല. പിന്നെ തീർച്ചയായിട്ടും കാരണം ഒരു രാത്രി ഫുൾ ടൈം ഓടിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് തന്നെ ആണെങ്കിലും അറിയാൻ പ്രയാസമാണ്. കാരണം നല്ല ഉറക്കത്തിലായിരിക്കും. കാരണം ഒരു 3-4 മണി ആകുന്നിടം വരെ ഓടിച്ചിട്ട്
നൈറ്റ് ഫുള്ള് ഓടിച്ചിട്ട് വണ്ടി സൈഡാക്കുമ്പോൾ നല്ല ക്ഷീണം ഉണ്ടാവും. നമുക്ക് ഈ വണ്ടിയിൽ പോകുന്ന ഇരുന്നിട്ടുള്ള ഡ്രൈവിംഗ് ആണ്. പലരും പറയും ഡ്രൈവിംഗ് നല്ല സുഖമല്ലേന്ന്. അതല്ല, കാരണം ഇത് ഒരു റെസ്റ്റ് ഇല്ലാതെ ഓടിക്കുന്ന ഒരു ഇതാണ്. കാരണം ഒരു നൈറ്റ് കൊണ്ട് 300, 400, 500 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. ഒരാളൊക്കെ ആണെങ്കിൽ അത്രയും ഓടിച്ചു കഴിഞ്ഞാൽ തന്നെ അതിന് ഒരു എന്തായാലും ഒരു മനുഷ്യന് ക്ഷീണം സംഭവിക്കാം. അങ്ങനെ ക്ഷീണം സംഭവിച്ചപ്പോൾ സൈഡാക്കി കിടന്നുറങ്ങി. വണ്ടികൾ കണ്ടിട്ടുണ്ടോ ഇപ്പൊ അപകടം? ഓ തീർച്ചയായിട്ടും. ഇതാ ഇവിടെ കണ്ണാടിക്കലൊക്കെ കൊണ്ടുപോയിട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ ഇവിടെ ഒക്കെ കൊണ്ടുവരലുണ്ട് വണ്ടി. അതിന്റെ ഒരു ഫ്രണ്ടിലെ ഗ്ലാസ് നമുക്കറിയാം കുറച്ച് വലിയ ഉറപ്പുണ്ട്. ഈ സൈഡിൽ ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്തെ ഗ്ലാസ് ഒക്കെ മാറാൻ സാധ്യതയുള്ളതും ഒക്കെ അല്ലേ പെട്ടെന്ന് ഒരു ഇങ്ങനെയൊക്കെ? തീർച്ചയായിട്ടും ഗ്ലാസ് ഒക്കെ പൊട്ടാൻ സാധ്യതയുണ്ട്. ഗ്ലാസ്സാണ് കാരണം ഇതിന്റെ ഈ ഇപ്പോഴും വരുന്ന എല്ലാ വണ്ടിന്റെ ക്യാബിനിലും ഫ്ലാറ്റ് ആയിട്ടുള്ള ഗ്ലാസ് വരുന്നുണ്ട്. ഈ ബോഡിക്ക് ഫ്ലാറ്റ് ആയിട്ട്. അപ്പോൾ ആകെ ഉള്ളത് ഈ ബോർഡിന്റെ ഇത് നിർണ്ണയിക്കണം 4 ഭാഗമുള്ള പിടുത്തം. അതിന്റെ ബാക്കിൽ ഗ്ലാസ്, ഫ്രണ്ടിൽ മെയിൻ ഗ്ലാസ്, സൈഡിൽ 2 ഡോറിന്റെ ഗ്ലാസ്. ഇതൊക്കെ തീർച്ചയായിട്ടും മണ്ണോ കല്ലോ എന്തോ വന്ന് ആയാൽ പൊട്ടാൻ സാധ്യതയുള്ള സാധനം. ക്യാബിൻ വേർപെടാൻ സാധ്യത കുറവാണ്. കാരണം ഇത് പിന്നെ ഫിക്സഡ് ക്യാബിനാ. ക്യാബിനും ബോഡിയും കൂടെ ഫിക്സഡാ. അപ്പൊ അത് വേർപെടാനുള്ള സാധ്യത കുറവാണ്. പിന്നെ അറിയൂല എന്താന്നുള്ള ഇതില്. കാരണം വേർപെടാൻ ഒരു കാലത്തും ഇത് പെടൂല. വേർപെടുകയാണെങ്കിൽ ബോഡിയും ക്യാബിനും കൂടെ ഒന്നിച്ചാണ്. അതപ്പം വേർപെടാൻ ഒരു ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ഈ ചേസിന് നല്ല പിടുത്തമുണ്ട്. ഈ ഭാരത് ബെൻസിന്റെ ഒക്കെ ചേസിന് പിടുത്തമുണ്ട് ബോഡി ഇതുമായിട്ട്. അപ്പോൾ ഇതിന്റെ ക്യാബിന്റെയും ബോഡിന്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെന്നല്ലാതെ വേർപെടാൻ സാധ്യത കുറവാണ്. പിന്നെ എന്താന്ന് അറിഞ്ഞുകൂടെ ഇത്രയും വലിയൊരു ഫോഴ്സ് വന്ന് അങ്ങനെ സംഭവിച്ചുകൂടായില്ല. എന്താ വെച്ചാൽ സാധാരണ ഉണ്ടാവുന്ന അപകടങ്ങളൊക്കെയാണല്ലോ ഇതിനൊക്കെ തയ്യാറാക്കുന്നത്. ഇങ്ങനെ വലിയൊരു ദുരന്തം ആരും മുന്നിൽ കാണുന്നില്ല. തീർച്ചയായിട്ടും 6,000 ടണ്ണ് മണ്ണ്, 60,000 ടണ്ണൊക്കെ മണ്ണ് വന്നിരിക്കുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് സംഭവിച്ചുകൂടായില്ല. പിന്നെ നനഞ്ഞ മണ്ണിന് വെയിറ്റും കൂടും, വെള്ളവും കല്ലും ഇതെല്ലാം ആ ഏരിയ എന്ന് പറഞ്ഞാൽ വലിയ പാറ കഷ്ണങ്ങളുള്ള ഏരിയ. അപ്പൊ അതെന്തായാലും അത് വരാനും സാധ്യത ഉണ്ട്. അപ്പോ ക്യാബിന് നമുക്ക് അങ്ങനെ പ്രൊട്ടക്ഷൻ പറയാൻ പറ്റൂല. ഇങ്ങനെ 90 ഡിഗ്രി ചെത്തി എടുത്തുകൊണ്ടുള്ള അത് തീർച്ചയായിട്ടും ചരിവ് കുറവാ. ഇത് പറയുന്ന ഇവരൊക്കെ പറയുന്ന ഇതൊരു വലിയൊരു മലയായിരുന്നു. ഈ പിന്നെ ഡബിൾ ലൈൻ ഉള്ള സമയത്ത് ഒരു വലിയ മലയായിരുന്നു. ആ മല പകുതി പോലെ ഇടിച്ചിട്ടാണ് റോഡാക്കിയത്. അപ്പൊ റോഡാക്കി കഴിഞ്ഞ കാരണം അതൊരു 90 ഡിഗ്രി ഇതിലാണ് അത് കട്ട് ചെയ്തത്. കണ്ട എല്ലാവർക്കും ഇപ്പോഴും കണ്ടാ അറിയാം. ഒരു സ്ലോപ്പ് കൂടുതൽ ഇടാതെയാണ് ഇവർ കട്ട് ചെയ്തത്. അത് ഈ ലക്ഷ്മണൻ പല പ്രാവശ്യം ഇത് കട്ട് ചെയ്തപ്പം തന്നെ ഒരുവിധം ഡ്രൈവർമാരോടൊക്കെ പറയലുണ്ട്, ശ്രദ്ധിക്കണം, അവിടെ ഇടിച്ചിലുള്ള ഒരു ഏരിയയാണ്, മല ഇടിയാൻ സാധ്യത ഉണ്ട് എന്നൊക്കെ ഉള്ള ഒരു എപ്പോഴും പറയുന്നതാണ്. എല്ലാ ഡ്രൈവർമാരോടും പറയലുണ്ട് ശ്രദ്ധിക്കണമെന്ന്. അത് ലക്ഷ്മണൻ പ്രത്യേകിച്ച് നമ്മളെ കേരളീയരോട് ഒരു പ്രത്യേക അടുപ്പമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അവൻ എപ്പോഴും പറയുന്നൊരു ഇങ്ങനെ കണ്ണാടിക്കൽ നിന്നിട്ട് അന്നത്തെ ഓർമ്മകളും ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ എത്രമാത്രം മാനസികാവസ്ഥ വിഷമം ഇങ്ങനെ ഇടപെടുകയാണ് ഇപ്പോൾ പ്രധാന